ശബരിമല യാത്ര. വണ്ടിപ്പെരിയാർ സത്രം വഴി പുൽമേട് കാനനപാതയിലൂടെ സന്നിധാനത്തേക്കുള്ള യാത്ര. യാത്ര കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 92 കിലോമീറ്റർ ബസ് വഴി വണ്ടിപ്പെരിയാർ. അവിടെ നിന്ന് 10 കിലോമീറ്റർ ബസ്സിനും ജീപ്പിനും സത്രത്തിൽ എത്തിച്ചേരാം. സത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വിരിവെക്കാനും അത്യാവശ്യ വാഹനം പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. കെട്ട് നിറയ്ക്കാതെ വന്നവർക്ക് അവിടെ ക്ഷേത്രമുണ്ട്. സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. രാവിലെ മുതൽ 2 മണിവരെ മാത്രമാണ് അവിടെ നിന്ന് പുൽമേട് ഫോറസ്റ്റ് വഴിയുള്ള യാത്ര തിരിക്കാനുള്ള പെർമിഷൻ. അതും ശബരിമലയ്ക്കുള്ള പെർമിഷൻ ഫോറസ്റ്റിൽ നിന്നുള്ള പെർമിഷനും 2 കൗണ്ടറുകളിലായി കാണിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് യാത്ര തിരിക്കാൻ സാധിക്കുന്നത്. ആദ്യ ചെക്കിംഗ് ഫോറസ്റ്റ് കയറുമ്പോൾ ഉണ്ടാകും. നമുക്ക് തന്ന ടോക്കൺ വെരിഫൈ ചെയ്ത ശേഷം കടത്തിവിടും. കുത്തനെയുള്ള കയറ്റം, അതും വെള്ളമൊഴുകിയ ചാലുകൾക്കിടയിലൂടെ. മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലം. കുറെ കയറ്റവും തിരിവുകളും കഴിഞ്ഞ് പിന്നീട് പാറകളും ചെടികളും നിറഞ്ഞ സ്ഥലം. അതിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചാൽ ആകാശം തൊട്ടറിഞ്ഞ് അനുഭൂതി. ആകാശം തൊട്ടു നടക്കുന്നത് പോലെ കാർമേഘങ്ങളും തണുത്ത കാറ്റും മൂടൽമഞ്ഞും. എങ്ങോട്ട് നോക്കിയാലും അറ്റമില്ലാത്ത രീതിയിൽ പുൽമേടുകൾ. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അറിയാത്ത ഒരിടമായി. കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞു. നല്ല വെയിൽ വന്നെങ്കിലും ക്ഷീണം അറിയുന്നില്ല. അവിടെ കൂടുതൽ മനോഹരമായി തുടങ്ങി. മേടുകൾ കഴിഞ്ഞു തുടങ്ങി. വളവും തിരിവും പാറക്കെട്ടുകളും. ഇതിനിടയിൽ ഒരു ഫോറസ്റ്റ് ചെക്കിംഗ് കൂടി ഉണ്ടായിരുന്നു.
പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇറക്കം കുറച്ച് കഠിനമായിരുന്നു. ശരണം വിളിയാൽ അത് അറിഞ്ഞതുമില്ല. കൊടും കാറ്റ് മരങ്ങൾ തമ്മിൽ ഉരസി പേടിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദം. കയറി വന്നതിനേക്കാൾ കുത്തനെയായിരുന്നു ഇറക്കം. ചെറിയ രീതിയിൽ മഴ പാറുന്നു. നേർത്ത രീതിയിൽ സന്നിധാനത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റുകളും പാട്ടുകളും കേൾക്കും. എന്തെന്നില്ലാത്ത സന്തോഷം. അയ്യപ്പന്റെ അരികിലെത്തിയെന്ന ആശ്വാസം. നീണ്ട 4 മണിക്കൂറുള്ള യാത്ര തീരാൻ പോകുന്നു. ശബരിമല എത്താൻ എന്നതുപോലെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടി. അവിടെ ടോക്കൺ കാണിച്ച് സുരക്ഷിതരായി എത്തി എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതുവഴി വരുമ്പോൾ നമുക്ക് പമ്പയിൽ എത്താതെ നേരെ സന്നിധാനത്ത് ആണ് എത്തിച്ചേരുന്നത്. അങ്ങനെ സന്നിധാനത്തേക്ക്. സ്വാമിയെ ശരണമയ്യപ്പ.